ഈ ദൃശ്യമാണ് സുഹൃത്ത് പകർത്തിയത്. അദ്ദേഹം നമുക്കൊപ്പം മുബഷീറിനോടൊപ്പം ചേരും. എന്തായാലും ഇത് അത്ഭുതകരമായിരിക്കുന്നു. 25 ദിവസമായ ഒരു സംസ്ഥാന പാതയുടെ ഓരത്ത് ഇങ്ങനെ മണ്ണെടുക്കുന്നത് നഗരസഭ അറിഞ്ഞില്ല. 200 മീറ്റർ അപ്പുറത്തുള്ള മിനിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞിട്ടില്ല, കളക്ടർ അറിഞ്ഞിട്ടില്ല, അതുവഴി നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരുന്ന വില്ലേജ് ഓഫീസർ അറിഞ്ഞിട്ടില്ല, അവിടെയുണ്ടായിരുന്ന വാർഡ് കൗൺസിലർ അടക്കം ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എടായിപ്പാലത്ത് പാണക്കാട് റോഡിലാണ് ഇപ്പോൾ ഈ വലിയ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. അനധികൃതമായി മണ്ണെടുത്തുവെന്ന് നഗരസഭ, ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പരിശോധിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇത് വെള്ളരിക്കാപ്പട്ടണം എന്നുള്ളതാണ് ചോദ്യം. നമുക്കൊപ്പം മുബഷീറുണ്ട്. മുബഷീർ, എല്ലാവരുടെയും കൺമുന്നിലാണ് ഈ മണ്ണെടുത്തുകൊണ്ടിരുന്നത്, എന്നിട്ടിപ്പോൾ ആർക്കും അറിയില്ല, ഒരനുമതിയുമില്ല, ആരും അതിന് ഉത്തരവാദികളുമല്ല. എന്താണ് സംഭവിച്ചത്? ആദ്യം എന്താണ് കണ്ടത്? ആദ്യം ചിത്രമെടുത്തയാൾ. അരുൺകുമാർ, കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മലപ്പുറം ജില്ലയിലെ മലപ്പുറം നഗരസഭാ പരിധിയിൽ വരുന്ന പാണക്കാട് ഭാഗത്ത് എടായിപ്പാലം എന്ന് പറയുന്ന മേഖലയിൽ മണ്ണിടിച്ചിലുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം മുജീബാണ്. അദ്ദേഹം അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇവിടെ മണ്ണിടിച്ചിൽ സാധ്യത നിങ്ങൾ കണ്ടിരുന്നു. ആ തെങ്ങ് കടപുഴകി വീഴുന്നതിന് മുമ്പ് നിങ്ങൾ വിഷ്വൽ അതേപോലെ റോഡിലേക്ക് മണ്ണ് വരുന്നത് കണ്ടിട്ടാണ് നമ്മളിത് നോക്കിയത്. അപ്പോൾ ഇത് അവര് ആൾക്കാർ ശ്രദ്ധിച്ചോട്ടെ, ജനങ്ങൾ എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് തുടക്കം വെച്ച് വീഡിയോ എടുത്തത്. പറഞ്ഞ് അയച്ചൊക്കെ കൊടുത്തു, വീഡിയോ ഫുൾ ലൈവായിട്ട് വിട്ടതും അതേപോലെ എല്ലാവരോടും ഇൻഫർമേഷൻ കൊടുത്താണ്, മൊത്തത്തിൽ കൊടുത്താണ്. നഗരസഭയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുക, അങ്ങനെ എന്തെങ്കിലും നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു? ഇല്ല, ഒന്നും പറഞ്ഞില്ല. അന്ന് നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇവിടെ സംഭവിക്കും. ഒരു പക്ഷെ എന്തെങ്കിലും ഒരു കരുതൽ ചെയ്യായിരുന്നു. അവർ 4 ഷീറ്റ് വെച്ചിട്ട് മറച്ചിട്ടാണ് അവിടെ മാന്തിട്ടുള്ളത്. അരുൺകുമാർ, മറ വെച്ച് മറിച്ച് മാറി അത് മണ്ണെടുത്തിരിക്കുന്നു. ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല. ഇത് കണ്ടാണ് ഇദ്ദേഹം വീഡിയോ ചിത്രീകരിച്ചുള്ളത്. മുജീബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. വീഡിയോ എടുത്ത സമയത്തും ചെറിയ രീതിയിലുള്ള മണ്ണൊലിപ്പൊക്കെ ഉണ്ടായിരുന്നില്ല. റോട്ടിലേക്ക് മണ്ണ് നല്ലോണം ഒലിക്കണായിരുന്നു, ചളിയായിട്ട്. അതെന്നാ? മിനിഞ്ഞാന്ന് മുതൽ തന്നെ മണ്ണൊലിച്ചിറങ്ങുന്നുണ്ട്. അതെ. ഞങ്ങൾ ശരിക്കും നല്ലൊരു വീഡിയോ ഇൻഫർമേഷൻ കൊടുത്തിട്ടിരുന്നു. മഴ പെയ്യുമ്പോഴും വിചാരിച്ചിട്ട് ഇൻഫർമേഷൻ കൊടുത്തൊരു വീഡിയോ നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടിട്ടായിരുന്നു, ഒക്കെ ചെയ്തിട്ടായിരുന്നു. അതേപോലെ എടേപ്പാലം അത് താഴ്ഭാഗത്ത് വെള്ളം വന്നിട്ട് നമ്മൾ വെള്ളം വിഷ്വലിൽ ഇട്ടിട്ട് അതിന് കുറെ ഭീഷണി വന്നിരുന്നു. ലാസ്റ്റ് ഇവിടുന്ന് എന്നവർ മണ്ണെടുത്ത് മഴ പെയ്തപ്പോഴൊക്കെ ഇവിടുന്ന് മണ്ണെടുക്കുന്നുണ്ടായിരുന്നു JCB. അതെനിക്കറിയില്ല, കാരണം അവര് മണ്ണെടുത്തതിന് ശേഷമുള്ള അവിടെ മേലെ ഇടിഞ്ഞിടിഞ്ഞ് വരുന്നത്, വെള്ളം ഇറങ്ങിയിട്ട് ഇടിഞ്ഞ് കല്ലും മണ്ണുമാടെ ഇപ്പോൾ വരുന്നത് നമ്മൾ കണ്ടല്ലോ. കണ്ണും മണ്ണുമാടെ ഒന്നിച്ച് ഇറങ്ങി വരുന്നത്, ആ മരങ്ങൾ ഒന്നിച്ച് കടപോയി വീഴണ്. സമയത്ത് JCB അങ്ങനത്തെ സംവിധാനമൊന്നുമില്ല, മണ്ണെടുക്കുന്നു? ഇല്ല. മണ്ണിങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്, വെള്ളം ഒലിച്ചു വരുന്നുണ്ട്, നമ്മൾ കണ്ടിരുന്നത്. അത് മിനിഞ്ഞാന്ന് മുതൽ ഇവിടെ മണ്ണ് ഒലിച്ചിറങ്ങുന്നുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, അദ്ദേഹം വീഡിയോ എടുക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകൾ പരാതി കൊടുത്തിരുന്നു, നഗരസഭയ്ക്ക് പരാതി കൊടുത്തിരുന്നു, കൗൺസിലറോട് പരാതി പറഞ്ഞിരുന്നു, വില്ലേജിൽ പറഞ്ഞിരുന്നു. തൊട്ടടുത്താണ് പാണക്കാട് വില്ലേജ് ഓഫീസ് ഉള്ളത്. പാണക്കാട് വില്ലേജ് പരിധിയാണ്. അതെ. വില്ലേജ് ഓഫീസറൊക്കെ ഇപ്പോൾ തൊട്ടപ്പുറത്ത് എത്തിയെന്ന് പറയുന്നുണ്ട്. അതായത് ആ മണ്ണ് അടിഞ്ഞുകൂടിയ മേഖലയ്ക്ക് തൊട്ടപ്പുറത്ത് നഗരസഭാ ചെയർപേഴ്സണുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് കടന്നു പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം, എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ളത്. ഇവിടെ നിലവിൽ നമ്മളോടൊപ്പം ജനപ്രതിനിധി നിലയിൽ വാർഡ് മെമ്പർ മാത്രമാണുള്ളത്. മുജീബ് സംസാരിക്കുന്നത് ഇവിടെയുള്ള യാഥാർത്ഥ്യങ്ങളാണ്. മുബഷീർ, അതോ ഇനി പേരറിയാഞ്ഞിട്ടും അവർ നമ്മളോട് പറയാത്തതാണോ മുബഷീർ? ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ്? അതായത് അധികൃതർക്കറിയില്ല, അധികാരികൾക്കറിയില്ല, ജനപ്രതിനിധികൾക്കറിയില്ല ഇത് ആരാണ് ഈ ഭൂമി വാങ്ങിയിട്ടുള്ളത്, ആരാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നത്, എന്ത് നിർമ്മാണ പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. തൊട്ടപ്പുറത്ത് 200 മീറ്റർ അകലെ വീട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ രണ്ടാമനായിട്ടുള്ള വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ആശുപത്രിക്ക് വേണ്ടിയാണെന്ന്, നഗരസഭ പറയുന്നത് ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടിയാണെന്ന്. അവ്യക്തത എത്രത്തോളം ഉണ്ടെന്ന് ജനപ്രതിനിധികളുടെ വാക്കുകൾ തന്നെ തെളിഞ്ഞു നിൽക്കുന്നു. നാട്ടുകാരെ സംബന്ധിച്ച് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിയില്ല ഇതാരാണ് ചെയ്യുന്നത് എന്നുള്ളത്. അവർ സ്വാഭാവികമായിട്ട് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം നടക്കുമ്പോൾ ആ പരാതി പറയും, ആ വിഷയം ഉന്നയിക്കുമെന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ആ സ്കൂൾ കണ്ട സമയത്ത് അവിടുന്ന് ആളുകളെ മാറ്റി വെച്ചിരുന്നു. ആളുകളെ മാറ്റിയിട്ടില്ല, ഇപ്പോഴും അവിടെ ആളുകളുണ്ട്. എന്താ ഇവിടെ സംഭവിക്കും? എല്ലാ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വണ്ടി വന്ന ആളുകളെടുത്ത് വേറെ എവിടെയെങ്കിലും ആളുകളുണ്ട്. നമ്മൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാർത്തയിലൂടെ പറഞ്ഞാലേ. ഈ ചുറ്റുപാടിൽ ഇപ്പോൾ ഉള്ളത് വളവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾക്കാരെ ഇതുള്ളൂ, വീടുകളും കാര്യങ്ങളും മനുഷ്യന്മാരൊക്കെ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ ഈ അതിർത്തി കഴിഞ്ഞതിന് ശേഷമുള്ള ആൾക്കാരുള്ളത്. പിന്നെ ഇത്രയും ഭാഗം ആൾക്കാരില്ലാത്ത ഏരിയകളാണ്. പക്ഷേ ഈ മണ്ണെടുത്തതിന് അവർ വേനൽക്കാലത്താണ് മണ്ണെടുത്തിട്ടുള്ളത്. മഴക്കാലത്തല്ല, വേനൽക്കാലം മണ്ണെടുത്ത് കണ്ടത് കംപ്ലീറ്റ് പാറ ക്ലിയർ ആയ ശേഷം ഒരു വർഷക്കാലമാണ് പാറ പൊട്ടിക്കൽ തുടങ്ങിയത്. അപ്പോൾ ആ പൊട്ടിക്കുന്ന സമയത്താണ് ഇത്. പ്രധാനപ്പെട്ട കാര്യം കൂടി മുജീബ്, ഈ വീഡിയോ ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന് പറഞ്ഞ വീഡിയോ എടുത്തതിന് ശേഷമാണോ ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നത്? ഭീഷണിയല്ല, ഞങ്ങൾ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പരാതി കൊടുക്കണമെന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി
പരാതി കൊടുക്കുന്നത്. അതായത് ഇവിടെ ഇത്ര അനാസ്ഥ നിലനിൽക്കുന്ന അദ്ദേഹം വീഡിയോ എടുത്ത് ഒരു മിനിറ്റ്, അപ്പുറത്ത് നമ്മുടെ എടപ്പാലത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു വിഷലുണ്ടായിരുന്നു. അപ്പൊ അതും പിന്നെ കഴിഞ്ഞോടത്തൊരു വീഡിയോയും ഇവിടുത്തെ ഓഡിയോ വെച്ച് ഞാൻ കൊടുത്തത്. അത് അങ്ങനെ തന്നെ നമ്മൾ പറയാലോ, കൊടുത്തത് അങ്ങനെ തന്നെ. അപ്പോൾ അതേ സമാന സംഭവം ഇവിടെ എടപ്പാലത്ത് നടന്നുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ നമുക്ക് വീഡിയോ വിട്ടെന്ന്, ഇതാണ് ഇവിടുത്തെ സ്ഥിതി, ഓഡിയോ ഇവിടുത്തെ ആൾക്കാരിന് വിട്ടെന്ന്, അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ വിട്ടത്. ആ വിട്ടത് കാരണത്താൽ നമ്മൾ പിന്നെ നമുക്ക് ഭയങ്കര, അതായത് വീഡിയോ വിട്ടതിന് ശേഷം അദ്ദേഹത്തെ ചില ആളുകൾ ഭീഷണിപ്പെടുത്ത പോലെ പരാതികൾ കൊടുക്കുമെന്ന രീതിയിലൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ആ പറഞ്ഞിരുന്ന ആളുകൾ ഒരുപക്ഷെ ഇവിടെ വന്ന് ഇത് പരിശോധിച്ച് അതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ അധികൃതരോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ മണ്ണിടിച്ചിൽ ഇവിടെ ഉണ്ടാകില്ല, സംസ്ഥാന പാതയിൽ റോഡിൽ മണ്ണിടിയില്ല, ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല. അവരുടെ ഇടപെടൽ ഇവിടെയാണ് വേണ്ടിയിരുന്നത്. വീഡിയോ എടുത്ത് പരാതി പറഞ്ഞ ആളുകൾക്കെതിരെ അല്ല വേണ്ടിയിരുന്നത്. നമ്മൾ രാഷ്ട്രീയപരമായിട്ടുള്ളത് പറയുന്നത്, പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ലൊരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ.